Good morning. Okay, 13 കുട്ടികളാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലേ? ജോയിൻഡ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു എടുത്തത്? പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലേ? ഇതിന്റെ സ്റ്റെപ്സുകളാണ് നമ്മൾ പറഞ്ഞല്ലേ? ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്? റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ്, ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്, കോണ്ടാക്ടിംഗ് സോഴ്സസ്, ആപ്ലിക്കേഷൻ പൂൾ, സെലക്ഷൻ പ്രോസസ്, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അല്ലെ? അങ്ങനെ 6 പ്രോസസ്സുകൾ 6 നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതല്ലേ നോക്കേണ്ടത് അല്ലെ? സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ടെക്സ്റ്റ് എടുത്തോ എല്ലാവരും? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സോഴ്സസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താണ് അപ്പോ റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ the means of selecting the candidates for the process of recruitment. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ് ആണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെയാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ലഭ്യതയെ കുറിച്ച് അല്ലെ ഒരാൾക്ക് അറിയാൻ കഴിയും. എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ടിങ്, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു മാർഗമാണ് ശരിക്കും ഏത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Sources of recruitment are the means of selecting the candidates എന്തിനു വേണ്ടി? For the process of recruitment. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന മാർഗങ്ങളാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Through the source of recruitment, one gets to know about the availability of number of suitable candidates. അപ്പോൾ ഈ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ എന്താണ്? one gets to know about the availability, ലഭ്യത അറിയാൻ പറ്റും. ആർക്കടെ? നമ്പർ ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. അപ്പൊ ആ ഒരു ജോലിയിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ അറിയാൻ കഴിയും. ഓക്കെ, through the source of recruitment one get to know about the availability of number of suitable candidates. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് എന്താണ്? നമുക്ക് ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി, ലഭ്യത നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ കൂടെ ആ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ ആ കാൻഡിഡേറ്റ്സ്, ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി, അവരുടെ ആ നമ്പർ, അത്രയും കാൻഡിഡേറ്റ്സിന്റെ നമ്പർ, അതിന്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റും. When the recruitment plan demonstrating the number and the type of prospective candidates is finalized, then the recruitment source are considered. അപ്പൊ ഏത് സോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്? അതായത് ആ ജോലിക്ക് അതിന് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആ ജോലിക്ക് സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കണ്ടേ? നമ്മൾ ഏത് ജോലിയാണ് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വേണം അല്ലെ? അതായത് വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആ ജോലിക്ക് സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പറും ടൈപ്പും, അത്രയും എണ്ണം. ഇപ്പൊ 10 ജോബ് വേക്കൻസി ഉണ്ട്, അപ്പൊ 10 കാൻഡിഡേറ്റ്സിന് വേണം നമുക്ക് അവിടെ അല്ലെ? അപ്പൊ അവർക്കിടെ ആ നമ്പറും ടൈപ്പും ഏത് തരത്തിലാണെന്നുള്ളതും എണ്ണവും തരവും ഒക്കെ കാണിക്കുന്ന ആ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനൽ ആകുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് കൺസിഡർ ചെയ്യും. This make it necessary to identify the recruitment sources from which these candidates can be attracted. അപ്പൊ അതിന് എന്ത് വേണം? നമ്മള് എന്താ അത്യാവശ്യമാണ്? To identify recruitment sources. റിക്രൂട്ട്മെന്റ് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുന്ന അത്യാവശ്യമാണ്. എങ്ങനെയുള്ളതാണ്? From which these candidates can be attracted. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്
അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള ഒരു സോഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്? ആ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. There are two main sources of recruitment. രണ്ട് തരത്തിലുണ്ട് recruitment sources, which are the following. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം കേട്ടോ. റിക്രൂട്ട്മെന്റ് സോഴ്സുകളെ നമുക്ക് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിൽ നിന്ന് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. Dash are the means of selecting the candidates for the purpose of recruitment. Recruitment processന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തില്ലേ ഫസ്റ്റ് സെന്റൻസ് അതില്? ഓക്കെ, ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? എന്തറിയാൻ പറ്റുന്നേ? അവൈലബിലിറ്റി ഓഫ് എ നമ്പർ ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് അല്ലെ? ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമുക്ക് അവൈലബിലിറ്റി അല്ലെ, അത്രയും നമ്പർ ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി നമുക്ക് ആ റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ അറിയാൻ പറ്റും. അപ്പൊ ഒരു സാധ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെ, അതിന്റെ എണ്ണവും അത്രയും എണ്ണം തന്നെ എത്തണം അല്ലെ, അത്രയും കാൻഡിഡേറ്റ്സിന്റെ നമ്പറും ടൈപ്പും അതേ തരത്തിലുള്ള കാൻഡിഡേറ്റ്സ് കാണിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനൽ ആകുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ആവശ്യമാണ്? നമ്മള് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സ് അല്ലെ, അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. Does it make it necessary to identify recruitment sources from which these candidates can be attracted? അപ്പൊ ഈ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഏതൊക്കെയാണ് റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത്? സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് can be divided into two. ഏതൊക്കെയാണ്? ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഓക്കെ, ആ പാരഗ്രാഫിന്റെ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ല ഇവിടെ? ഓക്കെ, ഇനി സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇനി എങ്ങനെ ചോദിച്ചാലോ? ത്രൂ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് വൺ ഗെറ്റ് ടു നോ അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് നമ്പർ ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ആ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിന്റെ അത്രയും നമ്പർ, അതിന്റെ അവൈലബിലിറ്റി നമുക്ക് റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ അറിയാൻ പറ്റും. ആ മൂന്ന് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ ആ ഒരു പാരഗ്രാഫില്. അതിൽ രണ്ടെണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് രണ്ടെണ്ണം. പിന്നെ ആ രണ്ടാമത്തെ സെന്റൻസ് കൂടി നോട്ട് ചെയ്തു. അപ്പൊ പിന്നെ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. ഏതാണ് പറയണ്ടേ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതാണോ അനീഷ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഡാഷ് ഇട്ടിട്ട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. ത്രൂ ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? once get to know about the availability of a number of suitable candidates. ആ suitable ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും. സെക്കൻഡ് സെന്റൻസ്. പിന്നെ അടുത്തത് ആ ലാസ്റ്റ് നോക്കിയേ. ഈ റിക്രൂട്ട്മെന്റ് നമുക്ക് ആ സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാ? എങ്ങനെയുള്ളതാണ്? ആ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, അവരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്ന് സെന്റൻസ് കേട്ടോ. ഇനി നോക്കിയേ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് രണ്ട് തരത്തിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് സോഴ്സിന് നമുക്ക് തിരിക്കാം. ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞ എന്താ? പേര് നമുക്കറിയാം. ഇന്റേണൽ, ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളതാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ഇന്റേണൽ സോഴ്സസില്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഇന്റേണൽ സോഴ്സിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസിൽ വരുന്നത് ഏതെന്ന്. ഇന്റേണൽ സോഴ്സസ് നോക്കിയേ. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയീസ്, പ്രീവിയസ് ആപ്ലിക്കൻസ്. ഓരോന്നും ഡീറ്റെയിൽ പറയാം കേട്ടോ. ജസ്റ്റ് ഇപ്പൊ പേര് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. നെക്സ്റ്റ് നോക്കിയേ. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ,
അപ്പൊ അതിനകത്ത് ഇന്റേണൽ സോഴ്സ് ഫസ്റ്റ് നോക്കാം കേട്ടോ. അതിനകത്ത് ഓരോ പോയിന്റ്സ് ഡീറ്റെയിൽ നോക്കാം. ഇന്റേണൽ സോഴ്സസ്. This is the process of filling job opening by choosing from the pool of existing workforce in the organization. ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്ഥാപനത്തിലെ നിലവിലുള്ള തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കണ്ടോ, എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ആണ്. നിലവിലുള്ള തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ, കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ട് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഓർഗനൈസേഷൻ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആ കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുത്തിട്ട് ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാണ്. അതാണ് ഇത് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാം. ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ജോബ് ഓപ്പണിംഗ് ബൈ ചൂസിംഗ് ഫ്രം ദ പൂൾ ഓഫ് എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അതായത് ആ ഓർഗനൈസേഷനിലെ നിലവിലുള്ള വർക്ക് ഫോഴ്സ് അല്ലെ, അതായത് എംപ്ലോയീസ്, അവരിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകളെ, കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ട് ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? എന്താണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്? എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് following methods or techniques can be used while recruiting internally. ഒരു ഇന്റേണൽ ആയിട്ട് റിക്രൂട്ടിംഗ് ചെയ്യുമ്പോൾ ഈ മെത്തേഡുകളാണ് പറയുന്നത്. അതായത് ഇന്റേണൽ സോഴ്സിൽ വരുന്ന കാര്യങ്ങളാട്ടോ ഇത്. ഇന്റേണൽ സോഴ്സിൽ വരുന്നത് ഫസ്റ്റത്തെയാണ് ട്രാൻസ്ഫർ ആൻഡ് പ്രമോഷൻ. സിമ്പിൾ ആണ്, നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ? നിങ്ങൾക്കും ചിലപ്പോ എന്തെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ പ്രമോഷൻ ലഭിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ്. എന്താ ഇതിന്റെ ഡിഫറൻസ് നോക്കിയേ. ഇവിടെ നമുക്ക് കേൾക്കുന്ന ഒരു ഇത് തന്നെയാണ് അല്ലെ. Transfer and promotions are ways of filling organizational job vacancy internally. Underline ചെയ്തോട്ടോ. ഒരു ഇന്റേണലി, അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഏത്? ട്രാൻസ്ഫറും പ്രമോഷനും. ഇനി ഇന്റേണൽ മൂവ്മെന്റ് വിത്ത് ദ സെയിം ഗ്രേഡ് from one job to another is called the transfer. Underline ചെയ്തത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഇന്റേണൽ മൂവ്മെന്റ് വിത്ത് ദ സെയിം ഗ്രേഡ്? അവർക്കിടെ ഗ്രേഡ് മാറോ? എനിക്ക് ട്രാൻസ്ഫർ ആയി എന്ന് പറയും. അപ്പൊ ഞാൻ വേറൊരു ഇതിലേക്കായിരിക്കും, വൺ ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്കായിരിക്കും. പക്ഷെ എന്താ, ഗ്രേഡ് സെയിം ആയിരിക്കും. അണ്ട് അവരുടെ പൊസിഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല അവിടെ. എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്റേണൽ മൂവ്മെന്റ് വിത്ത് ദ സെയിം ഗ്രേഡ്, ആ ഗ്രേഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മൂവ്മെന്റ് ഫ്രം വൺ ജോബ് ടു അനദർ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അവിടെ ഗ്രേഡ് മാറുന്നില്ല. അണ്ടർലൈൻ ചെയ്തത് കണ്ടോ? വിത്തിൻ ദ സെയിം ഗ്രേഡ്. ക്ലിയർ ആയില്ലേ? ആ സെയിം ഗ്രേഡിന്റെ ഉള്ളിൽ തന്നെയുള്ള മാറ്റമാണ് അവിടെ, മൂവ്മെന്റ് ആണ് പറയുന്നത്. ഇനി whereas the movement of employee from a lower level position to the higher level position. കണ്ടോ? അതായത് ലോവർ ലെവലിൽ നിന്ന് താഴെ ലെവലിലായിരുന്നു, പക്ഷെ അതിൽ നിന്ന് ഉയർന്ന കുറച്ചുകൂടി ഹയർ ലെവൽ പൊസിഷനിലേക്ക് മാറ്റം വരികയാണ്. along with, അപ്പൊ അവിടെ എന്താ, ഏതുകൂടെ വർക്കിൽ വ്യത്യാസം വരാം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസം വരാം, സ്റ്റാറ്റസ്, അവരുടെ നിലയിൽ വ്യത്യാസം വരാം, വാല്യൂല് വ്യത്യാസം വരാം. അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രൊമോഷൻ ആവൂലേ, കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടും. അതെന്താ, ഉയർന്ന ഒരു പോസ്റ്റിലേക്കാണ്. ഹയർ, അവിടെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കാണ്. അപ്പൊ എന്താ പറ്റുന്നത്, ആ പഴയ ഒരു വർക്കായിരിക്കും, വർക്കിന് വ്യത്യാസം വരാം. അവർക്കുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി ഉയർന്ന ഒരു പൊസിഷൻ അല്ലേ, അപ്പൊ ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസം വരാം, അവരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, വാല്യൂലും വ്യത്യാസം വരാം. ക്ലിയർ ആയോ? രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. അതിങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. ദ മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം ലോവർ പൊസിഷൻ ടു ദ ഹയർ ലെവൽ പൊസിഷൻ. എന്താണ് പറയുന്നത്? പ്രൊമോഷൻ. സെയിം ഗ്രേഡിന്റെ ഉള്ളിൽ തന്നെയുള്ള മൂവ്മെന്റ് ആണെങ്കിൽ അതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. രണ്ടും ക്ലിയർ ആക്കാം, ട്രാൻസ്ഫറും പ്രൊമോഷനും. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലെ? ഇനി നോക്കിയേ, നെക്സ്റ്റ് ആണ് അടുത്ത ഒരു സോഴ്സ്, ഇന്റേണൽ സോഴ്സ് ആണ് പറയുന്നത് ജോബ് പോസ്റ്റിംഗ്. എന്താണ്?
job posting is also known as job advertisement or job description. എന്നൊക്കെ നമുക്ക് പറയാം. മറ്റു പേരുകളാണ് കേട്ടോ. ജോബ് അഡ്വർടൈസ്മെന്റ് പേര് കേൾക്കുമ്പോ തന്നെ അറിയാലേ, ഒരു പരസ്യമാണ്. ജോബിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ. Job posting is also called a job advertisement or job description. എന്താ പറഞ്ഞിരുന്നു നോക്കിയേ, എന്താണ് നമുക്ക് ഒരു ഓർഗനൈസേഷനിലെ ഒഴിവുള്ള വേക്കന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, തസ്തികയിലേക്കുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ശരിക്കും ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്താ, ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി ചെയ്യുന്നതാണ്. അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കാം അല്ലെ, ജോബിനെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. എന്താ പറഞ്ഞേക്കണേ നോക്കിയേ, ഇറ്റ് ഈസ് ആൻ ഇൻ-ഹൗസ് മെത്തേഡ്. ഉള്ളിൽ തന്നെയുള്ളതാണ്, ഇൻ-ഹൗസ് മെത്തേഡ് ആണ് ഓഫ് റിക്രൂട്ട്മെന്റ് in which notice of vacant jobs are posted at an important place of the organization such as employee lounge. Lounge എന്ന് പറഞ്ഞാൽ resting place, വിശ്രമമുറി. Lounge, LOUNGES, lounges, വിശ്രമമുറി. Cafeterias, elevators, cafeteria, elevators. എന്താ, എംപ്ലോയീസിന്റെ ലോഞ്ചുകള്, ഇമ്പോർട്ടന്റ് പ്ലേസുകളായിട്ട് പറയല്ലേ, എംപ്ലോയീസിന്റെ ലോഞ്ചുകൾ, അതായത് റെസ്റ്റ് പ്ലേസ്, കഫറ്റീരിയ, എലിവേറ്റർ തുടങ്ങിയ ഒരു ഓർഗനൈസേഷന്റെ പ്രധാന സ്ഥലങ്ങളിൽ ഒഴിവുള്ള ജോലികളിലേക്ക് അറിയിപ്പുകൾ, ഇന്നൊരു ജോബ് വേക്കന്റ് ആണ് എന്നുള്ള ഒരു അറിയിപ്പുകൾ പതിക്കുന്ന ഒരു ഇൻഹൗസ് റിക്രൂട്ട്മെന്റ് മെത്തേഡ് ആണ് ജോബ് പോസ്റ്റിംഗ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. ഇറ്റ് ഈസ് ആൻ ഇൻഹൗസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താണ് അതിനകത്ത് ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില് അല്ലെ, ഓർഗനൈസേഷനിലുള്ള പ്രധാനപ്പെട്ട ഏരിയകളിലേക്കുള്ള ഒഴിവുകള്, ജോബ് വേക്കൻസിനെ കുറിച്ച് നമ്മൾ ഒരു പോസ്റ്റുകൾ അല്ലെ, വേക്കന്റ് ജോബ്സ് പോസ്റ്റുകൾ, അതിനെ കുറിച്ച് ഒരു പോസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് അവിടെ കൊടുക്കുകയാണ്. And employees are provided with a large amount of time to apply for the available jobs. പിന്നെ എന്താ, എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്നു കുറെ സമയം ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് ടൈം അല്ലെ, കുറെ സമയം എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് അതിന്റെ താല്പര്യമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം, ആ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. Nowadays, job posting is being used as one of the most creative way of recruitment in organization. Underline ചെയ്തിട്ടേ, job posting is being used as one of the most creative way. എന്താ, ഒരു അന്തർനിർമ്മിതമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് വേ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് വേ ആണ് ഒരു ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റില് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ജോബ് പോസ്റ്റിംഗ്. നമുക്കറിയാം, പല പല അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ആ ഒരു എംപ്ലോയീസിനെ അവരൊരു പ്രൊമോട്ട് ചെയ്യാണ് ശരിക്കും. ആ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവരെന്താ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ. അതിനകത്ത് ജോലിയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകൾ ഉണ്ടാകാം അല്ലെ, പിന്നെ അതുപോലെ എങ്ങനെ അപേക്ഷിക്കണം, ഏത് സ്ഥാനമാണ് എന്നുള്ളതിനെ കുറിച്ച് കാൻഡിഡേറ്റ്സിനെ അറിയിക്കാനുള്ള എംപ്ലോയറിന്റെ ഒരു പൊതുവായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരസ്യമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Various organizations consider job posting as an inbuilt part of an effective career management system. ഒരു ഫലപ്രദമായിട്ടുള്ള, effective എന്ന് വെച്ചാൽ കാര്യക്ഷമമായ ഒരു കരിയർ മാനേജ്മെന്റിന്റെ ഈ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് പല ഓർഗനൈസേഷനും ഒരു അന്തർനിർമ്മിത ഭാഗമായിട്ടാണ്, അതായത് ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നടത്തുന്നതാണ് അല്ലെ, ഇൻബിൽറ്റ് പാർട്ട് ഓഫ് ആൻ ഇഫക്റ്റീവ് കരിയർ മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് ജോബ് പോസ്റ്റിങ്ങിനെ പല ഓർഗനൈസേഷനും കൺസിഡർ ചെയ്തിരിക്കുന്നത്. Thus, it is considered to be easiest and most commonly used method by employers to inform employees about the job opening. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ ആ സെന്റൻസ്.
എന്താ പറഞ്ഞേക്കുന്നത്? ദിസ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇസ് ദ ഈസിയസ്റ്റ്. ഈസി അല്ലേ? ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസി അവിടെ വരുവാണ്, അതിനകത്ത് എന്താ പറയാ, ഓർഗനൈസേഷനുള്ളിൽ തന്നെ അവിടെയുള്ള കാൻഡിഡേറ്റ്സിന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ് അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ്, ജോലിയുടെ ഡീറ്റെയിൽസ്, ഏത് പൊസിഷൻ ആണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു പരസ്യം അത് കൊടുക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയസ്റ്റ്, ഏറ്റവും എളുപ്പമായിട്ടുള്ളതും സാധാരണയായിട്ടും ഉപയോഗിക്കുന്ന എംപ്ലോയർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടി? ടു ഇൻഫോം എംപ്ലോയീസ് അബൌട്ട് ദ ജോബ് ഓപ്പണിംഗ്. ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ച് എംപ്ലോയീസിനെ, തൊഴിലാളികളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ ഉപയോഗിക്കുന്ന ഏറ്റവും ഈസി ആയിട്ട് എളുപ്പമായിട്ടുള്ളതും സാധാരണയായും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജോബ് പോസ്റ്റിംഗ്. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ലാസ്റ്റ് സെന്റൻസ് ഓക്കെ. അപ്പൊ എന്തെങ്കിലും അത് എന്താന്ന് മനസ്സിലായില്ലേ? അതായത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും വേക്കൻസി, അപ്പൊ അതിലെ ആ കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ ഉപയോഗിക്കുന്ന ഒരു എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതിനകത്ത് അഡ്വർടൈസ്മെന്റ് ആണ്, അതാണ് ജോബ് അഡ്വർടൈസ്മെന്റ്. ഇന്ന വേക്കൻസി ഉണ്ട്, പൊസിഷൻ, ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ജോലിയുടെ ഡീറ്റെയിൽസ്, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഇടും. അപ്പൊ അതിനകത്ത് നമുക്ക് കാൻഡിഡേറ്റ്സിന് തന്നെ എന്താണ് അപ്ലൈ ചെയ്യാം. അപ്പൊ അവർക്ക് എന്താണ് ലാർജ് എമൗണ്ട് ഓഫ് ടൈം അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർക്ക് ആവശ്യത്തിനുള്ള സമയം പ്രൊവൈഡ് ചെയ്യും എംപ്ലോയീസിന്. കണ്ടോ? അതാണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് വേ ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ 3 സെന്റൻസ് അതിൽ നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ആൻ ഇൻഹൗസ് മെത്തേഡ്. അണ്ടർലൈൻ ചെയ്തില്ലേ? നോക്കി ചെക്ക് ചെയ്തേ. ഒരു ഇൻഹൗസ് മെത്തേഡ് ആണ് റിക്രൂട്ട്മെന്റിന്റെ അല്ലേ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ജോബ് പോസ്റ്റിംഗ് ഈസ് ബീങ് യൂസ്ഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് വേ ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റിലുള്ള ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചലനാത്മകമായ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഇതെന്താണ്? മൂന്നാമത്തെ സെന്റൻസ് എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഈസിയസ്റ്റ്, ഏറ്റവും എളുപ്പമുള്ളതും സാധാരണ ഏറ്റവും കോമൺ ആയിട്ടും എംപ്ലോയേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇതിനാണ് ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ച് എംപ്ലോയീസിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ അതില്? ഓക്കെ അല്ലേ? അടുത്തതാണ് എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം, നമുക്ക് റെഫർ ചെയ്യാണ്, നമ്മള് എംപ്ലോയീസ് റെഫർ ചെയ്യാണ്. നോക്കിയേ, എംപ്ലോയീസ് റെഫറൽ. Using personal contact to fill a job opportunity is known as employee referral. Underline ചെയ്തിട്ടേ. എന്താ ഉപയോഗിക്കുന്നത്? യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട് ടു ഫിൽ എ ജോബ് ഓപ്പർച്യൂണിറ്റി. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരു ഓർഗനൈസേഷനിലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട് ആണ്. അതായത് ഇപ്പൊ ഇവിടെ ഒരു വേക്കൻസി വരികയാണ്, അപ്പൊ ഞാൻ അത് എന്റെ എന്താ പറയാ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ എന്റെ ക്ലോസ് റിലേറ്റീവ്സിനോ ഞാനത് ഇൻഫോം ചെയ്യാം. പേഴ്സണൽ ആണ്. അപ്പൊ ഞാനിവിടെ കാവ്യയുടെ അടുത്ത് പറയുകയാണ് ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ട്. അപ്പൊ ഞാനത് എന്താ പറയാ ഈ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഒരാള് തന്നെ എന്റെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാണ്. മനസ്സിലായോ? എനിക്കിപ്പോ ഇവിടെ എന്റെ ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു ജോലി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യൂലേ? അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പറയൂലേ? റെക്കമെൻഡ് ചെയ്യൂലേ? ഇന്ന വേക്കൻസി ഉണ്ട് അവിടെ, ആ ഒരു നിങ്ങളുടെ ഹെഡിനോട് നിങ്ങൾക്ക് പറയാം. അതാണ് എംപ്ലോയി റെഫറൻസ്. എംപ്ലോയീസ് തന്നെ റെഫർ ചെയ്യാണ്. ആരെ? അവരുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ആ ഫസ്റ്റ് സെന്റൻസ്. ഒരു പേഴ്സണൽ കോണ്ടാക്ട്, നമ്മളുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അല്ലേ? അതാണ് എന്തിന്? ടു ഫില്ല് ജോബ് ഓപ്പർച്യൂണിറ്റി. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഫില്ല് ചെയ്യാൻ ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഉപയോഗിക്കുന്നു. അതാണ് എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെഫറൻസ് ഫ്രം എക്സിസ്റ്റിംഗ് എംപ്ലോയി റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ്. കണ്ടോ? റെഫർ ചെയ്യാണ്. ആര്?
existing employee regarding the candidatesനെ ഇപ്പൊ ഞാനിവിടെ നിലവിൽ ഉള്ള എംപ്ലോയി ആണ് അല്ലെ, ഈ ഒരു സ്ഥാപനത്തിന് നിലവിലുള്ള എംപ്ലോയി ആണ്. അപ്പൊ ഇനി ഇവിടെ ഒരു വേക്കൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനെയോ എനിക്ക് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യാം. അതാണ് എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ അവിടെ നിലവിൽ ആ ഓർഗനൈസേഷനിൽ നിലവിലുള്ള എംപ്ലോയീസ് അവരുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ എന്ത് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യാണ്, റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ആൻ ഇൻടേക്ക് വൺ ടു നോ വൺ അപ്രോച്ച്. എന്താ അത് പറഞ്ഞേക്കുന്നത്? വൺ ടു നോ വൺ അപ്രോച്ച് എന്ന് പറഞ്ഞേക്കുന്നേ ഒരാൾക്ക് സ്വയം അറിയാവുന്ന സമീപനമായി അതിനെ കണക്കാക്കുന്നു. എനിക്കറിയാം ഇന്ന എന്റെ ഫ്രണ്ട് ഉണ്ട് അല്ലെ, അത് ഇന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ന ഇത് പഠിച്ചതാണ്, ആ ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ആപ്റ്റ് ആണ് എന്ന് എനിക്ക് ഓൾറെഡി അറിയാം അല്ലെ. അതാണ് ഒരാൾക്ക് സ്വയം അറിയാവുന്ന സമീപനമായി ഇതിനെ കണക്കാക്കുന്നു, എംപ്ലോയി റെഫറൽസിനെ. എ മേജർ പ്രോബ്ലം, ഇനി ഒരു കാര്യമുണ്ട്. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ദ മേജർ പ്രോബ്ലം വിത്ത് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് എൻകറേജ് ഫേവറിസം. ഫേവറിസം പ്രോത്സാഹിപ്പിക്കും. എന്താ, എനിക്ക് ഫേവർ ആയിട്ടുള്ളവനെയല്ലേ ഞാൻ വിളിക്കുള്ളൂ അല്ലേ. ഇപ്പൊ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് കുറെ റിലേറ്റീവ്സ് ഉണ്ടാകാം, പക്ഷെ എല്ലാവരും ഞാൻ അത് എന്താ പറയാ റെഫർ ചെയ്യോ? എനിക്ക് ഒരു ചില ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവല്ലേ, എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഫേവറേറ്റ് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, ക്ലോസ് ഫ്രണ്ട് ചങ്ക് എന്നൊക്കെ പറയണേ അല്ലെ, അവരല്ലേ നിങ്ങൾ ഫസ്റ്റ് റെഫർ ചെയ്യുള്ളൂ അല്ലേ. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു ഡീമെറിറ്റ് ആയിട്ടാ പറയുന്നത് കേട്ടോ. എ മേജർ പ്രോബ്ലം ഇൻ ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് എൻകറേജ് ഫേവറിസം. അണ്ടർലൈൻ ചെയ്താൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫേവറിസം പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് എംപ്ലോയീസ് റെഫറൽസിന്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ അത്? That is, എന്താണ്, candidates of one community or caste are selected who may not be suitable for the job. അപ്പൊ എന്താ, കാൻഡിഡേറ്റ്സിനെ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിലുള്ള ആളെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം? who may not be suitable. ചിലപ്പോ അവര് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണെന്നില്ല അല്ലെ. ആ ജോലിക്ക് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല, ഈ പോലെ പറയാണ്, ഇപ്പൊ നമ്മുടെ കാസ്റ്റിൽ തന്നെയുള്ള ഹിന്ദുസ് അവിടെ നിന്ന് തന്നെയുള്ള ആരെങ്കിലും നമുക്ക് വിളിക്കാം അല്ലേ. പക്ഷേ എന്റെ ഫ്രണ്ട്സിൽ തന്നെ വേറെ കാസ്റ്റിലുള്ളവര് കുറച്ചും കൂടി അതിന് ആപ്റ്റ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലേ. അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത് അവിടെ അങ്ങനെ അതായത് പറഞ്ഞേക്കുന്നത് നമ്മൾ ആ ഫേവറിസം, നമ്മൾ ഫേവറേറ്റ് ആളുകളെ നമ്മൾ വിളിക്കുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ് ബി സ്യൂട്ടബിൾ ഫോർ ദി ജോബ്. ചിലപ്പോ അവർ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ക്ലിയർ ആയില്ല അത്? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. രണ്ട് സെന്റൻസ് അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം, പിന്നെ നമ്മൾ പറഞ്ഞത് മേജർ പ്രോബ്ലം എന്നുള്ളത് കേട്ടോ. ഈ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഞാൻ ഇത് പെൻസിലൊക്കെ എടുത്ത് വരച്ച് നിങ്ങൾക്ക് കളറൊക്കെ ചെയ്ത് വരുമ്പോ സമയം പോകും, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തെ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ടെക്സ്റ്റുകളൊക്കെ കിട്ടിയിട്ടില്ലേ? കയ്യിലില്ലേ? ഇപ്പോ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇല്ലേ? അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് പൊക്കോ ഞാൻ പറയുമ്പോ തന്നെ. ഇനി അടുത്ത് നോക്കി, നാലാമത്തെയാണ് ഫോർമർ എംപ്ലോയി. ഫോർമർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പുണ്ടായിരുന്ന എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം. കുറച്ച് വർഷങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്രയും വർഷം സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയി, ഇനി എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ വേണമെങ്കിൽ അവരെ നമുക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് അല്ലേ, അങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യും. അതാണ് ഫോർമർ എംപ്ലോയി എന്ന് പറയുന്നത്. ഫോർമർ എംപ്ലോയി. Former employees are increasingly become a feasible source of recruitment as the employers mostly contact former employees. Feasible എന്ന് പറഞ്ഞാൽ സാധ്യമായ. അത് എന്താണ്, ആ ഒരു എന്താ പറയാ എംപ്ലോയീസിന് ഈ ആ ഒരു ജോബിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ഏറ്റവും സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതാണ്? ഫോർമർ എംപ്ലോയീസിനെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ വീണ്ടും നിയമിക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ പോകുന്നില്ല ആളുകള്
അല്ലേ? പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ആണെങ്കിൽ കുറെ വർഷം നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയി അവരവിടെ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞാലും പിന്നെയും കമ്പനി ചിലപ്പോ അവരുടെ സർവീസ് വിളിക്കാം, അല്ലെ? അവർക്ക് അതിനുള്ള എന്താ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ പാടില്ലേ? അല്ലേ? പോകാൻ പാടില്ലേ? അല്ലേ? അപ്പൊ അവർക്ക് ഓൾറെഡി പുതിയതായിട്ടൊന്നും പഠിക്കണ്ട, അവർ അത്രയും വർഷം അവിടെ നിന്ന് അവിടുത്തെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ കുറച്ച് വർഷം കൂടി അവർക്ക് വേണമെങ്കിൽ അവിടെ സർവീസ് ചെയ്യാം. ഓക്കെ, they are most trusted as internal source because they have a relationship with the company. കണ്ടോ, അതെന്താ പറഞ്ഞേക്കണേ? ഒരു ഇന്റേണൽ സോഴ്സ് എന്ന നിലയിൽ അവർക്ക് എന്താ കമ്പനിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലേ? ഒരു വിശ്വസ്തമായിട്ടുള്ള, അല്ലെ? അവര് കൂടുതൽ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തം. ദേ ആർ മോർ ട്രസ്റ്റഡ്. അവർക്ക് കൂടുതൽ ആ കമ്പനിക്ക് അവരിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകാം. അതായത് അത്രയും വർഷം അവർ ആ കമ്പനിയിൽ നിന്നതല്ലേ, ആ കമ്പനിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയല്ലേ. പുതിയതായിട്ട് ഒരാളെ നിയമിക്കുന്നതും ഇത്രയും വർഷം നിന്ന ആളെ ഇങ്ങനെ പാർട്ട് ടൈമിന് കൊണ്ടുവന്നതും ആ കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയല്ലേ അത്, അല്ലേ? പിന്നെ വർക്കുകളെ പുതിയതൊന്നും പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട, അത്രയും സീനിയോറിറ്റി ഉള്ള ഒരാൾ തന്നെയാണ്, അല്ലെ? അവര് ആ കമ്പനിക്ക് അവരിൽ കൂടുതൽ വിശ്വസ്തരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. മെനി ഓഫ് റിട്ടയർഡ് ആയിട്ടുള്ള റിട്ടയർഡ് എംപ്ലോയീസ് മേ ബി ഇൻട്രസ്റ്റഡ് ടു റൺ ടു വർക്ക് ഓൺ എ പാർട്ട് ടൈം ബേസിസ്, അല്ലെ? റിട്ടയർഡ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് അവര് ചിലപ്പോൾ താല്പര്യം കാണിക്കാം, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, കുറച്ച് നാളും കൂടി ജോലി ചെയ്യാം എന്ന് എനിക്കുണ്ടെങ്കിൽ എനിക്ക് പാർട്ട് ടൈം ബേസിൽ അവിടെ ജോലി ചെയ്യാം, അല്ലെ? കമ്പനിയിൽ ഇപ്പൊ അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് അവിടെ ജോലി ചെയ്യാം. ഓർ മേ പ്രപ്പോസ് someone who would like to work for the organization, അല്ലെ? ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെയും എന്ത് ചെയ്യാം, നിർദ്ദേശിക്കാം. അപ്പൊ എനിക്ക് അവിടെ താല്പര്യമുണ്ട്, അപ്പൊ ഞാൻ ആ കമ്പനിയിൽ അറിയിക്കുകയാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വീണ്ടും ഞാൻ അറിയിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ആ സെലക്ട് ചെയ്യാറുണ്ട്. After time, people who have left the company for upbringing their family or to be complete college education are excited to run to the work after fulfilling their individual objectives. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്, അതായത് ചിലപ്പോ ആളുകളൊക്കെ ഫാമിലി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അപ്ബ്രിങ്ങിങ് ദെയർ ഫാമിലി, കണ്ടോ? എന്താണ്, അവരുടെ ഫാമിലി കുറച്ചും കൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഓർ കംപ്ലീറ്റ് കോളേജ് എഡ്യൂക്കേഷൻ, ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജോലി കിട്ടിയിട്ടുണ്ടാവും, കുറച്ചും കൂടി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ചിലപ്പോ നമുക്ക് അവിടെ നിന്ന് ആ കമ്പനിയിൽ ചിലപ്പോ നമുക്ക് മാറേണ്ട വന്നേക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ള ആളുകള് to complete college education are excited to run to work after fulfilling their individual objectives. അപ്പൊ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയതിനു ശേഷം ആ കമ്പനിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അങ്ങനെയും ഇല്ലേ? നമുക്കൊരു ജോലി കിട്ടി, പക്ഷെ നമുക്ക് കുറച്ചും കൂടി പഠിക്കണം, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് പോരാം. ഇനിയിപ്പോ എനിക്ക് എന്റെ ആ ഒരു കോഴ്സ് കഴിഞ്ഞു, അത് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ആ കമ്പനിയിലേക്ക് കയറാൻ പാടില്ലേ? അങ്ങനെയുള്ളവരെയും നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് ഇതാക്കാം. Individual who had left the job earlier for other job may be interested to run for higher salary package. ഇനി അടുത്ത എങ്ങനെ വരാം? Individual who had left the job, അവര് ജോലിയിൽ നിന്ന് ലെഫ്റ്റ് ആയി, അതായത് ജോലി വേണ്ടാന്ന് വെച്ചു. പണ്ട് നേരത്തെ അവർക്ക് ജോലി കിട്ടിയതായിരുന്നു, പക്ഷെ അവര് വേണ്ടാന്ന് വെച്ചു. ഫോർ അതർ ജോബ്സ്, അവര് അപ്പൊ എന്താണ്, നല്ലൊരു എന്താ ജോബ് മേ ബി ഇൻട്രസ്റ്റഡ്, അപ്പൊ അവര് വേറെ സ്ഥലത്ത് വേറെ കമ്പനിയിലൊക്കെ ജോലി കയറി. അപ്പൊ പണ്ടുണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് അവര് പോയി. ഇനി നോക്കിയേ, ഇനിയിപ്പോ ആ കമ്പനി, നമ്മൾ പണ്ടുണ്ടായിരുന്ന കമ്പനി കുറച്ചും കൂടി വലുതായി, അപ്പൊ അവിടെ സാലറി കൂട്ടിയെന്ന് അറിയാണ് ഞാൻ നേരത്തെ നിന്ന കമ്പനിയാണ്, പക്ഷെ അവിടെ നിന്ന് ഞാൻ പോന്നതാണ്. അപ്പൊ അവിടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഹൈ സാലറി പാക്കേജ് കൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ, സ്വാഭാവികമായിട്ടും എനിക്ക് ആ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഞാൻ താല്പര്യം കാണിക്കൂലേ? ഇല്ലേ? അവിടെ സാലറി കൂടുതൽ കിട്ടും എന്ന് പറയും, വീണ്ടും ഞാൻ ആ കമ്പനിയിലേക്ക് തന്നെ മടങ്ങി വരാം. അതും ഫോർമർ എംപ്ലോയി തന്നെയല്ലേ?
നേരത്തെ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ ഇങ്ങനെ സാലറിയുടെ പേരിലോ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ആ ജോബിൽ നിന്ന് മാറി. പക്ഷെ ഇവിടെ കുറച്ചുകൂടി സാലറി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ വീണ്ടും വരാം, അങ്ങനെയുള്ളവരും ആകാം. ഫോർ അട്രാക്ടിങ് retires or other who had worked earlier in the organization, use of job sharing and flexi time programs can be beneficial. ഇനി ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പണ്ട് വർക്ക് ചെയ്ത എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ എന്തുപയോഗിക്കുന്നു? യൂസേജ് ജോബ് ഷെയറിംഗ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെന്റൻസ് ഒന്ന് അട്രാക്റ്റിംഗ് ജോബ് ഷെയറിംഗ്. ജോബ് ഷെയറിംഗ് എന്ന് പറഞ്ഞെന്താ? ജോബ് ഷെയറിംഗ്, ജോബ് ഇപ്പൊ ഒരു വലിയൊരു ജോലിയാണ്, അത് വേണമെങ്കിൽ 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരാൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരുമല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ, അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു മാർഗല്ലേ അത്. ആ രീതിയിൽ ജോബ് ഷെയറിംഗ്. അപ്പൊ വലിയൊരു ജോലി വേണമെങ്കിൽ 2ഓ 3ഓ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അങ്ങനെയും. ആൻഡ് നെക്സ്റ്റ് നോക്കി പറഞ്ഞേക്കണല്ല, ആൻഡ് ഫ്ലെക്സി ടൈം പ്രോഗ്രാംസ്, അതായത് ഈ ഫ്ലെക്സിബിൾ ടൈം, അതാണ് ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞാൽ. അതായത് ഇത്ര സമയം വർക്ക് ചെയ്താൽ മതി, 5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, അത് നമുക്ക് സെലക്ട് ചെയ്യാം. മനസ്സിലായോ? അത് എപ്പോ ജോലി തുടങ്ങണം, എപ്പോ വരെ ചെയ്യണം എന്നുള്ളതിന് അങ്ങനെ അവിടെ ആ എംപ്ലോയീസിന് തന്നെ സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങള് ഈ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ വർക്ക് ചെയ്ത എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് എന്താണ്, ബെനിഫിഷ്യൽ ആണ്, പ്രയോജനപ്രദമാണ്. അതൊന്നും അധികം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. അണ്ടർലൈൻ ചെയ്തോ? 2 മാർഗങ്ങൾ ഏതൊക്കെയാണ് അട്രാക്ട് ചെയ്യാനായിട്ട്? നേരത്തെ വർക്ക് ചെയ്തവരെ, റിട്ടയർഡ് ചെയ്ത ആളുകളെ ആ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള 2 മാർഗങ്ങളാണ് പറഞ്ഞേക്കണേ, അല്ലെ? ഓർഗനൈസേഷൻ എന്താ ഉപയോഗിക്കുന്നത്? എന്താ ഉപയോഗിക്കുന്നത് അവരെ അട്രാക്ട് ചെയ്യാൻ? ജോബ് ഷെയറിങ്ങും ഫ്ലെക്സി ടൈം പ്രോഗ്രാംസും. ജോബ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ജോലി ഷെയർ ചെയ്ത് കൊടുക്കാം. ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, ഇത്ര സമയം വർക്ക് ചെയ്താൽ മതി, അത് എപ്പോ തുടങ്ങണം എപ്പോ നിർത്തണം എന്ന് ആ എംപ്ലോയീസ് തന്നെ തീരുമാനിക്കാം കേട്ടോ. അത് 2ഉം ബെനിഫിഷ്യൽ ആണ് അവർക്ക്. റിക്രൂട്ടിംഗ് അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? നോക്കിയേ നെക്സ്റ്റ്. റിക്രൂട്ടിംഗ് ഫോർമർ എംപ്ലോയീസ് ബെനിഫിഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഓൾറെഡി നോ അബൌട്ട് ദെയർ വർക്ക് എത്തിക്സ്. കണ്ടോ, എന്താ ഈ ഫോർമർ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? ആ കമ്പനിയുടെ എത്തിക്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അവർക്ക്, അല്ലെ? എംപ്ലോയീസിന്റെ ആ കമ്പനിയുടെ നോക്കിയേ, the recruiting former employees is beneficial in the sense that the organization already know. Organization നേരത്തെ അറിയാൻ പാടില്ലേ, അല്ലേ? ഓർഗനൈസേഷന് നേരത്തെ അറിയാൻ പറ്റും ആ എംപ്ലോയീസിനെ കുറിച്ച്, ഓൾറെഡി അറിയാം. കാരണം എന്താ, ആ നേരത്തെ ആ വ്യക്തി ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തതാണ്, അല്ലെ? എംപ്ലോയീസിനെ കുറിച്ച്, എംപ്ലോയീസിന്റെ വർക്ക് എത്തിക്സിനെ കുറിച്ച് ആ ഓർഗനൈസേഷന് അറിയാൻ പറ്റും, അല്ലെ? റിട്ടയർ ആയിട്ടുള്ളവര് ഏജിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാൻ പറ്റും, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാൻ പറ്റും, അവരെ കുറിച്ചുള്ള കാര്യങ്ങളും കമ്പനിക്കും അറിയാൻ പറ്റും, അല്ലെ? അവര് പേഴ്സണലി ഫിറ്റ് ആണെങ്കിൽ, ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒക്കെ അവരെ പാർട്ട് ടൈം ആയിട്ട് ആ ജോലിയിലേക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ഇന്റേണൽ സോഴ്സ് ആണ് ഫോർമർ എംപ്ലോയി. അതും ഈ കമ്പനിയുടെ ഉള്ളിലുണ്ടാവുന്ന, കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വീണ്ടും വിളിക്കുന്നതല്ലേ, അല്ലേ? അതും ഏതിൽ വരുന്ന ഒരു ഇന്റേണൽ സോഴ്സിൽ വരുന്നതാണ്. അതിനകത്ത് നിന്ന് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. പിന്നെ അത് അതിന്റെ ആ ഒരു ഇതൊക്കെ പറഞ്ഞേക്കുന്നത്, ആരെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് ആ ലാസ്റ്റ് 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ.
ജോബ് ഷെയറിങ്ങും ഫ്ലെക്സിബിൾ ടൈം പ്രോഗ്രാം, അത് അവരെ ഓർഗനൈസേഷനെ നമുക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ, റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കണ, റിക്രൂട്ടിംഗ് ഫോർമർ എംപ്ലോയി ഈസ് ബെനിഫിഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ഓർഗനൈസേഷന് എന്താണ് ആ എംപ്ലോയീസിന്റെ വർക്ക് എത്തിക്സിനെ കുറിച്ച് അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് പ്രീവിയസ് ആപ്ലിക്കൻസ്. പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ മുമ്പ് വല്ല അപേക്ഷയൊക്കെ കൊടുത്തവരുണ്ടാവില്ലേ? ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് ജോലി കിട്ടാതിരുന്ന ആളുകളൊക്കെ ഇല്ലേ, അതാണ് പ്രീവിയസ് ആപ്ലിക്കൻസ്. മുന്നേ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തതായിരിക്കും, അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതും ഏതാണ്, ഒരു ഇന്റേണൽ സോഴ്സ് ആണ്. Both the internal sources and individual who have previously applied for the job can be reached again. അവര് വീണ്ടും ആ ജോലിയിലേക്ക് അല്ലെങ്കിൽ അവര് വീണ്ടും എത്താം. It is a fast and cheap way to fulfill unpredicted or unexpected job vacancy. Unpredicted എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ unexpected, അപ്രതീക്ഷിതമായ. ഇപ്പൊ പെട്ടെന്ന് ഒരു ജോബ് വേക്കൻസി വന്നു, അപ്പൊ നമുക്ക് എന്താണ്, ഓൾറെഡി അവിടെ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത് ആരെങ്കിലും വിളിക്കാൻ പാടില്ലേ? കമ്പനിക്ക് അത് എളുപ്പമല്ലേ? പിന്നെ വേറെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ട, ഒന്നുകൂടി ഇന്റർവ്യൂ നടത്തണ്ട. അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അവരെ എന്താ പറയാ നിയമിക്കാൻ പറ്റൂലേ? അല്ലെ? പ്രീവിയസ് ആപ്ലിക്കൻസ് എന്നുള്ള ഒരു ഇത് എടുത്തു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ ഫാസ്റ്റ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഫാസ്റ്റ് ആൻഡ് ചീപ്പ് വേ. അധികം പൈസ ഒന്നും വേണ്ട പിന്നെ, അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിക്കൊന്നും കമ്പനിക്ക് അധിക രൂപ ചെലവാക്കണ്ട. പെട്ടെന്ന് നമുക്ക് ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസി വരികയാണ് പെട്ടെന്ന്. അപ്പൊ ആ ജോലിയിലുള്ള ഒരാള് മരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് വരുവാണെങ്കിൽ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യണമെങ്കിൽ അപ്പൊ കമ്പനിക്ക് ആ ഒരു ഓർഗനൈസേഷൻ എന്താ, പ്രീവിയസ് ആപ്ലിക്കൻസിൽ നിന്നും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ സെക്കൻഡ് സെന്റൻസ്? The candidates who have attended walk-in may also be considered. അതായത് walk-in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ walk-in interviews ഇല്ലേ, അവര് അത് കഴിഞ്ഞവരെ കൺസിഡർ ചെയ്യാം. For example, a firm which required 2 post accountants may contact the previous qualified applicants. ഇപ്പൊ കമ്പനിക്ക് 2 കോസ്റ്റ് അക്കൗണ്ടൻസിന് വേണ്ടി വരികയാണെങ്കിൽ എന്താണ്, അങ്ങനെ പ്രീവിയസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് അല്ലെ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. This particular action can be fulfill the needs of the firm and in turn will also help those individuals who are dissatisfied with their present job at another organization. ഈ പ്രത്യേക നടപടി അപ്പൊ പെട്ടെന്ന് എടുക്കുന്നതാണ് അല്ലെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോബ് വേക്കൻസി വരുമ്പോൾ ഓർഗനൈസേഷൻ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു സോഴ്സ് ആണ് പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രത്യേക നടപടി ഓർഗനൈസേഷന്റെ ആവശ്യങ്ങള് പൂർണ്ണമായിട്ടും ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിറവേറ്റുക. The particular action can fulfill, നിറവേറ്റാൻ പറ്റും, the needs of the firm അല്ലെ, ഓർഗനൈസേഷന്റെ ആവശ്യം പെട്ടെന്ന് നിറവേറ്റാൻ പറ്റില്ലേ, പൂർണ്ണമായും നിറവേറ്റാൻ സഹായിക്കും. മാത്രമല്ല ഒരു ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ജോലിയില് അസംതൃപ്തരായ വ്യക്തികളെയും അത് എന്താ പറയാ അവരെ സഹായിക്കുന്നു. Who are dissatisfied with the present job at another organization. കണ്ടോ, അപ്പൊ വേറൊരു ഓർഗനൈസേഷനില് മറ്റൊരു ഓർഗനൈസേഷനിലെ ഇപ്പോഴത്തെ ജോലിയില് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളെയും എന്താ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് ആ ജോലി കിട്ടിയില്ല. അപ്പൊ ഞാൻ വേറൊരു ഓർഗനൈസേഷനിൽ അന്ന് തന്നെ സെയിം ടൈം വേറെ സ്ഥലത്ത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ കമ്പനിയിൽ ജോലി ചെയ്യണതാണ് എനിക്ക് താല്പര്യം. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കമ്പനിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ജോലിക്ക് പോയെന്ന് വിചാരിക്കാം. അപ്പോഴായിരിക്കും എന്താ ഇങ്ങനെ പെട്ടെന്ന് അവിടെ ആ കമ്പനിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസി വന്നു. അപ്പൊ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത എന്നെ വീണ്ടും വിളിക്കുന്നത്. മനസ്സിലായോ എന്താന്ന്?
അപ്പോ എന്താ പറയാ, അങ്ങനെ എനിക്ക് ആ പഴയ ഒരു ആ കമ്പനിയിലേക്ക് തിരിച്ചു വരാനായിട്ട് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യൂല അങ്ങനെയുള്ള ആ ഒരു ഇതെങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന രീതി. മനസ്സിലായോ? ഞാനത് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞത്. ഉണ്ടോ? അപ്പൊ ഓർഗനൈസേഷന് എന്താ പറയാ, പെട്ടെന്ന് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യണം. അതാണ് ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷൻ ആ ഒരു ആവശ്യം നിറവേറ്റാൻ പറ്റും. കണ്ടോ? പിന്നെ നമുക്ക് എന്താണ് നമുക്ക് വേറൊരു ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതിന് അസംതൃപ്തരായ ആളെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവരെ പെട്ടെന്ന് വിളിക്കുമ്പോൾ അവർക്ക് വീണ്ടും മടങ്ങി വരാം. അല്ലെങ്കിൽ എനിക്ക് വിഷമായിരുന്നു അല്ലെ, ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. എന്നിട്ട് വേറൊരു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോഴായിരിക്കും പെട്ടെന്ന് ജോബ് വേക്കൻസി വന്നിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളടത്തോട്ട് മടങ്ങി വരാനായിട്ട് അല്ലേ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് മെറിറ്റ്സ് ആണ് കേട്ടോ. മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. അപ്പൊ ഇങ്ങനെ 5 ടൈപ്പാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, പിന്നെ അതിന്റെ പോയിന്റ് നോക്കുക. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയീസ്, പ്രീവിയസ് ആപ്ലിക്കൻസ്. ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അടുത്ത് നോക്കിയ മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് എന്താ? മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ എന്താണ് നോക്കിയേ. Merits of internal sources of recruitment are the followers. ഏതൊക്കെയാ? ഫെമിലിയാരിറ്റി, എന്താണ് പരിചയം. എന്താണ് ഇന്റേണൽ സോഴ്സിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനമാണ് കേട്ടോ, മെറിറ്റ്സ് ആണ്, ഗുണാണ്. ഫെമിലിയാരിറ്റി എന്ന് വെച്ചാൽ ഫെമിലിയർ ആണ് അല്ലെ, ആ ഓർഗനൈസേഷനും അവരെ ഫെമിലിയർ ആയിരിക്കും, ആ എംപ്ലോയീസിനും ആ ഓർഗനൈസേഷൻ പരിചയമായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. The organization and its members know each other very well. രണ്ടുപേർക്കും പരസ്പരം അറിയാൻ പറ്റൂലേ അല്ലെ? ഇന്റേണൽ സോഴ്സ് ആണ്. അപ്പൊ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ച് കമ്പനിക്ക് അറിയാൻ പറ്റും, എംപ്ലോയീസിന് ആ കമ്പനിയെ കുറിച്ച് അറിയാം. ബോത്ത് ടു പാർട്ടീസ് അല്ലെ, രണ്ടുപേരും ബോത്ത് ടു മെമ്പേഴ്സ് ആർ വെരി ഫെമിലിയർ, അവര് പരിചിതരല്ലേ, അവർക്ക് പരസ്പരം അറിയാൻ പറ്റും. The organization is aware of the capability and the skills of the candidates as they are insiders. എന്തുകൊണ്ടാ അല്ലേ? ആ കാൻഡിഡേറ്റ്സിന്റെ ക്യാപ്പബിലിറ്റി സ്കില്ലൊക്കെ ഓർഗനൈസേഷൻ അവെയർ ആയിരിക്കൂല്ലേ, അറിയാൻ പറ്റൂലേ? എന്തുകൊണ്ടാ? സോ they are insiders. ആ കമ്പനിയുടെ ഉള്ളിലുള്ളവരെ ആ കമ്പനിക്ക് അറിയാൻ പറ്റൂലേ? ഞാനിപ്പോ ഒരു 5 വർഷമായി കമ്പനി നിൽക്കുന്നു, എന്റെ കഴിവും സ്കിൽസും ഈ ഒരു ഓർഗനൈസേഷന് അറിയാൻ പറ്റൂലേ അല്ലേ? എന്തുകൊണ്ടാ? ഞാൻ ഇതിന്റെ ഇൻസൈഡർ ആണ്. പുറമേ ഉള്ള ഒരാളാണെങ്കിൽ ആ കമ്പനി ആദ്യമായിട്ട് അയാൾ കാണുന്നതായിരിക്കും, അപ്പൊ അവരുടെ കഴിവുകൾ ഒന്നും അറിയാൻ പറ്റൂല. ഉള്ളിലുള്ളത് കൊണ്ട് എന്താണ് ഓർഗനൈസേഷൻ അറിയാൻ പറ്റും. ഓൺ അതർ ഹാൻഡ്, മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിലോ, എംപ്ലോയീസ് ആർ ഓൾസോ അവെയർ ഓഫ് ദ വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് അല്ലെ, അതായത് എംപ്ലോയീസിനും ആ വർക്ക് അന്തരീക്ഷം അറിയാൻ പറ്റൂലേ? ഞാൻ 5 വർഷമായിട്ട് ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്, അപ്പൊ എനിക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം അറിയാൻ പറ്റൂലേ? മുക്കും മൂലയൊക്കെ എനിക്ക് അറിയാം, ഇവിടുത്തെ രീതികൾ അറിയാൻ പറ്റും, റൂൾസ് അറിയാൻ പറ്റും, ഒക്കെ അറിയാൻ പറ്റും. ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദ വേക്കന്റ് ജോബ്, റിക്വയർമെന്റ്സ് ഓഫ് ദ വേക്കന്റ് ജോബിന്റെ ആവശ്യകത, അത് വേക്കന്റ് ജോബിൽ വേണ്ട കാര്യങ്ങള്, അവിടുത്തെ അന്തരീക്ഷം, ഇതൊക്കെ എംപ്ലോയീസിനും അറിയാൻ പറ്റും, ആ കമ്പനിക്കും അറിയാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അതാണ് ഫെമിലിയാരിറ്റി, രണ്ടുപേരും തമ്മിൽ പരിചയം ഉണ്ടെന്നുള്ളത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ സെക്ഷൻ മെറിറ്റ്. ഇതിനകത്ത് മെറിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത് നോക്കിയ രണ്ടാമത്തെ എന്താ? ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. എന്താ? നമ്മുടെ ഉള്ളിലുള്ള ടാലന്റ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ബെറ്റർ യൂട്ടിലൈസേഷൻ, ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓഫ് ഇന്റേണൽ ടാലന്റ്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്, ആന്തരിക കഴിവുകൾ, അതിന്റെ മികച്ച ഉപയോഗം. ഡിപ്പെൻഡ്സ് ഓൺ internal recruitment, make it possible for the company to use the competence of the employees in a better manner. അവർക്ക് എന്താ പറഞ്ഞേക്കുന്നത്? കമ്പനിക്ക് എംപ്ലോയീസിന്റെ കഴിവുകള് അല്ലേ, അത് പരമാവധി ഉപയോഗിക്കാൻ പറ്റും ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ. ഡിപ്പെൻഡ്സ് ഓൺ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, ഒരു ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
to use the competence of its employee in better manner. എംപ്ലോയീസിന്റെ കഴിവുകള് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നോക്കിയാണ് കുറച്ചും കൂടി ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, some extraordinary employees may be deserving of promotion, or certain people might perform better if they switch to other jobs. ഒരു എക്സാമ്പിൾ ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് ചില എക്സ്ട്രാ ഓർഡിനറി എംപ്ലോയീസ് ഇല്ലേ, അതായത് കുറച്ച് കഴിവ്, അസാധാരണമായ കഴിവുകളുള്ള ചില എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറയും അല്ലെ, ഓർഡിനറി അല്ല, കുറച്ചും കൂടി കഴിവുകളുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, മേ ബി ഡിസേർവിംഗ് ഓഫ് പ്രൊമോഷൻ കൊടുക്കാം അല്ലെ. ഡിസേർവിംഗ്, ഇത് ഡിസേർവിംഗ് എന്ന് പറഞ്ഞാൽ അർഹതയുണ്ട് അവർക്ക്, അപ്പൊ എന്താ പറ്റുക, ആ പ്രൊമോഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ ആ പ്രൊമോഷൻ കൊടുക്കുമ്പോ എന്താ പറ്റുക, അവരുടെ കഴിവ് കൂടുതൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് ആ വ്യക്തിയെ മാറ്റുന്നത് അല്ലെ, പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പൊ അയാളെന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ആയ വ്യക്തിയാണ് അല്ലെ, അപ്പൊ അയാളെ കുറച്ച് ഹയർ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴോ എന്ത് പറ്റും, അയാളുടെ ആ കഴിവ് മാക്സിമം ടാലന്റ് ഉപയോഗിക്കാൻ പറ്റൂലേ, ആ കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ, ഇല്ലേ? അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ? കാവ്യ കമ്പിട്ടുണ്ട് പറഞ്ഞ കുറച്ചു പേരൊക്കെ കമ്പിട്ടുണ്ട് അല്ലേ. അപ്പൊ എനിക്ക് നല്ല കഴിവുണ്ട്, അപ്പൊ എന്നെ കുറച്ചും കൂടി ഉയർന്ന പൊസിഷനിലേക്ക് ഇരുത്തുമ്പോ എന്റെ കഴിവ് മാക്സിമം ആ കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാം അല്ലെ. ഓർ certain people might perform better if they switch to other jobs. ഇതിനർത്ഥം മറ്റു ജോലിയില് ഏതൊക്കെ ചില ആളുകള് അതായത് മറ്റു ജോലിയിലേക്ക് മാറിയാല് അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാം അല്ലേ. എന്താ അങ്ങനെ പറഞ്ഞേക്കണേ, ഇപ്പൊ നമുക്ക് പല ഇതുണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ വേറൊരു സെക്ഷനിലാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല അല്ലേ, എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോ എനിക്ക് എന്റെ മാക്സിമം കാര്യങ്ങള്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ആരാണെങ്കിലും ഒരു ജോലിയില് എന്താ, എനിക്ക് എന്റെ ഒരു നിലവിൽ എന്റെ കഴിവനുസരിച്ചുള്ള ജോലി എല്ലാവർക്കും എനിക്ക് കിട്ടിയത്. അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യാം, അവരെ വേറൊരു ഇതിലേക്ക് മാറ്റുമ്പോൾ എന്താ പറയാ, ചിലപ്പോ എനിക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, എന്റെ കഴിവനുസരിച്ചുള്ളത് അല്ലെ, അവിടെ മാക്സിമം എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും. കണ്ടോ, അതാണ് പറഞ്ഞേക്കുന്നത്. ഓർ certain people might perform better ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എന്താ, if they switch to other jobs, other ജോബിലേക്ക്, മറ്റുള്ള ജോലിയിലേക്ക് മാറിയാല് ചിലപ്പോൾ എന്താ അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. അപ്പോഴും അവർക്കുടെ മാക്സിമം ടാലന്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂലേ, അല്ലേ ഇല്ലേ? നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് കഴിവുള്ള ഇതിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ മാക്സിമം നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ, അല്ലെങ്കിൽ കമ്പനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. എനിക്ക് അറിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് എഴുത്തി നിർത്തി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നല്ലാതെ എന്താ പറയാ, എന്റെ ടാലന്റ് മൊത്തം അല്ലെങ്കിൽ കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ അവിടെ കൊടുത്തേക്കുന്നത്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. നെക്സ്റ്റ് നോക്കി, എക്കണോമിക്. അടുത്താണ് സാമ്പത്തികം. അടുത്തൊരു മെറിറ്റ് ആട്ടോ സാമ്പത്തികം. എന്താ, ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ് ഇന്റേണൽ the cost of recruiting internal employee is nominal. Nominal എന്ന് പറഞ്ഞാൽ പ്രത്യേകം കോസ്റ്റ് ഒന്നും വരില്ല, അതാണ് കേട്ടോ nominal. And there is no need for the company to spend a huge amount of money and time on informing and reminding its employees to apply for the job. കണ്ടോ, അടുത്തത് സാമ്പത്തികമായിട്ടും കമ്പനിക്ക് എന്താ ചെലവ് കുറവായിരിക്കില്ലേ. ഇന്റേണൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, പരസ്യങ്ങൾ കൊടുക്കണ്ട, അധികം അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുക്കണ്ട, അടുത്ത ഒരാളെ അന്വേഷിച്ച് നടക്കണ്ട, അതിന്റെ ടൈം ഇത് ഉള്ളിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാം. പുറമെ ആളെ സെലക്ട് ചെയ്യാനൊക്കെ കുറെ സമയം പോകും അല്ലെ. പക്ഷെ ഇവിടെ ഇന്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴെന്താ, നമുക്ക് പൈസ കുറച്ച് മതി അല്ലെ. കമ്പനി ടു സ്പെൻഡ്, there is no need, ആവശ്യമില്ല എന്നായിട്ട് പറഞ്ഞേക്കണേ.
There is no need for the company. കമ്പനിക്ക് ആവശ്യമില്ല എന്ത് to spend a huge amount of money and time. അധികം പൈസയും ടൈമും ചെലവഴിക്കേണ്ട ആവശ്യം കമ്പനിക്ക് വരില്ല on informing and reminding its employees to apply for the jobs. അല്ലെ, അതായത് ആ ജോലിയിലേക്ക് എംപ്ലോയീസിനെ അറിയിക്കാനായിട്ട് അല്ലെ, ആ ജോലിനെ കുറിച്ച് എംപ്ലോയീസിനെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താനായിട്ട് കമ്പനിക്ക് അധികം സമയവും പൈസയും വേണ്ടി വരില്ല. അതാണ് എക്കണോമി. അതൊരു മെറിറ്റാണ്. പൈസ ലാഭിക്കാം അല്ലെ, സാമ്പത്തികമായി കമ്പനിക്ക് എന്താ ലാഭമായിരിക്കും. അത് ക്ലിയർ ആയ പോയിന്റ്. നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേക കോസ്റ്റ് ഒന്നും വേണ്ടാന്നാട്ടോ നോമിനൽ. The cost of recruiting internal employee is nominal. എന്താ, ആ ഇന്റേണൽ ആയിട്ട് നമ്മൾ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് കോസ്റ്റ് ഒന്നും അധികം വേണ്ടി വരില്ല. അതായത് ഈ ഒരു ജോബ് വേക്കൻസിനെ കുറിച്ച് ആളുകളെ ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ അറിയിക്കാനും ഒക്കെ ആയിട്ട് കമ്പനിക്ക് അധികം പൈസയോ അല്ലെങ്കിൽ ടൈമോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതിന്റെ ആവശ്യം വരില്ല. എന്തുകൊണ്ടാ, ഉള്ളിലുള്ള ആളെ തന്നെയല്ലേ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ അത്? ഓക്കെ. ഇനി അടുത്തൊരു മെറിറ്റ് നാലെണ്ണം പറഞ്ഞേക്കണ മോട്ടിവേഷണൽ വാല്യൂ. മോട്ടിവേഷണൽ വാല്യൂ. Motivational value. Employees feel motivated and encouraged through internal recruitment. The employees work efficiently in anticipation of getting promotion and transfer. Okay, employees feel motivated. Employees പ്രചോദനവും അതുപോലെ തന്നെ പ്രോത്സാഹനവും കിട്ടും. അതായത് മോട്ടിവേഷണൽ വാല്യൂ through internal recruitment. Internal recruitmentലൂടെ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന് ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടും. അവരെ കുറച്ചുകൂടി ഉയർന്ന പൊസിഷനിലേക്ക് മാറ്റും. അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമ്പോ എന്താ, അവർ കുറച്ചുകൂടി അവർക്കൊരു അതിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഒരു പ്രോത്സാഹനം അല്ലേ അല്ലെ. എംപ്ലോയീസിന് പ്രചോദനവും പ്രോത്സാഹനവും കിട്ടും. എംപ്ലോയീസിന് അത് ആ ഒരു ഇത് ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ ലഭിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. Feel motivated and encouraged through internal recruitment. The employees work efficiently in anticipation of getting promotion and transfer. Anticipation എന്ന് വെച്ചാൽ expectation, പ്രതീക്ഷ. പ്രതീക്ഷ എന്തൊക്കെയാ, ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പ്രമോഷനോ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യും പറ്റും. എംപ്ലോയീസ് എന്ത് ചെയ്യും, അവര് നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കും. എംപ്ലോയീസ് വർക്ക് എഫിഷ്യന്റ്ലി അല്ലെ. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി നല്ല ഇതായി കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ പ്രൊമോഷൻ കിട്ടും. കുറച്ചും കൂടി എന്താ, ആന്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ പ്രതീക്ഷ കേട്ടോ. അതായത് ആ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസ് എന്ത് ചെയ്യും, കാര്യക്ഷമമായി വർക്ക് ചെയ്യും. മനസ്സിലായോ? എംപ്ലോയീസ് അപ്പൊ കുറച്ചും കൂടി എനിക്ക് പ്രൊമോഷൻ കിട്ടും അല്ലെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, അവരെ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് അല്ലെ. അവർക്കൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ അവര് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ഇതിനകത്ത് ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ ഒരു ഇത് മനസ്സിൽ നമുക്കൊരു ഒരു ഒരു മോട്ടിവേഷൻ ഒക്കെ തരികയാണെങ്കിൽ നമ്മൾ എംപ്ലോയീസ് എന്ത് ചെയ്യും, അത് നല്ല എന്താ എഫിഷ്യന്റ് ആയിട്ട് തന്നെ എംപ്ലോയീസ് വർക്ക് ചെയ്യും. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള് ഏതൊക്കെയായിരുന്നു നമ്മൾ മെറിറ്റ്സ് പറഞ്ഞത്? മെറിറ്റ്സ് ഏതൊക്കെ പറഞ്ഞത്? ഫെമിലിയാരിറ്റി കമ്പനിയുമായിട്ട് ഓർഗനൈസേഷനും എംപ്ലോയീസിനും നല്ല പരിചയമുണ്ട് അല്ലെ. കമ്പനിയിലെ എംപ്ലോയീസിനെ അറിയാൻ പറ്റും, എംപ്ലോയീസിലേക്ക് കമ്പനി അറിയാൻ പറ്റും. അതൊരു മെറിറ്റ് ആണ്. ഇതിന്റെയാണ് ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ് ആണ് കേട്ടോ. ഫെമിലിയാരിറ്റി രണ്ടുപേരും പരസ്പരം അറിയാൻ പറ്റും. രണ്ടാമത്തെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. അവർക്ക് ഇന്റേണൽ ടാലന്റ് അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്താണ്, എംപ്ലോയീസിന്റെ അവരുടെ ടാലന്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും
അല്ലെ? ഇപ്പൊ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഇതിലേക്ക് എനിക്കൊരു മാറ്റം തരുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്, നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് അങ്ങനെയുള്ള എംപ്ലോയീസിനെയൊക്കെ നമുക്ക് എന്താ പറയാ ആ ഒരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അവരുടെ ടാലന്റ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ അടുത്ത സാമ്പത്തികം. സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് തന്നെ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യുമ്പോഴെന്താണ്, കമ്പനിക്ക് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന സമയം കളയണ്ട, പൈസ കളയണ്ട അല്ലെ, അതൊക്കെ അതിന്റെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ അവരെന്താണ് മോട്ടിവേഷണൽ വാല്യൂ, ലാസ്റ്റ് പറഞ്ഞത് എന്താ, കമ്പനി തന്നെ എന്ത് ചെയ്യും, എംപ്ലോയീസിന് മോട്ടിവേഷൻ അല്ലെങ്കിൽ എൻകറേജ്, പ്രോത്സാഹന കാര്യങ്ങളൊക്കെ ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ കൊടുക്കും. അപ്പൊ ഞാൻ എന്താ, പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഒക്കെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കമ്പനിയിൽ നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കും. 4 പോയിന്റ്സ് കേട്ടോ. ഓക്കെ, മെറിറ്റ്സ് ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുകയോ അല്ലെങ്കിൽ സ്പീഡോ എന്തെങ്കിലും ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ ക്ലാസ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഇനി ഒരു ഇച്ചിരി ഞാൻ പറയുന്നത്, നമുക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സേ നമുക്ക് കിട്ടുള്ളൂ അല്ലെ? ഒരു ക്ലാസ് കൊണ്ട് വേണം നമുക്ക് ഇത്രയും വലിയൊരു ചാപ്റ്റർ തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് പറയാതെ ഓരോന്ന് എടുക്കുമ്പോഴും നിങ്ങളോട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു പോണേ കേട്ടോ. അപ്പൊ നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോവാലോ. നമുക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സേ കിട്ടുന്നുള്ളൂ. ഇതിന്റെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ എനിക്കുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പോ നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മെറിറ്റ്സാ പറഞ്ഞേ. മെറിറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിമെറിറ്റ്സും കാണും അല്ലേ? അല്ലെ? അതിനൊരു ഗുണം ഉണ്ടെങ്കിൽ ദോഷങ്ങളും കാണൂലേ? അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്റേണൽ സോഴ്സിന്റെ ഡിമെറിറ്റ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. വായിച്ചു നോക്കണം കേട്ടോ. ഇനി എപ്പോഴെപ്പോഴും ഞാൻ ക്ലാസ്സിൽ കഴിയുമ്പോൾ പറയണ്ട, എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യണ്ട. എന്താ, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ ഇത്രയും ഒന്ന് വായിച്ചു തന്നെ വെക്കണം. അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വരുമ്പോഴത്തേക്കും മറന്നു പോകല്ലേ കേട്ടോ. ഓക്കെ, താങ്ക് യു.